ഹലോ ഗായ്, ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ മീൻകറി വെക്കണ സ്റ്റൈലാണ്. നിങ്ങളെല്ലാവരും കാണണം. ആദ്യം നമ്മൾ ചിക്കൻ കഷ്ണം പാത്രത്തിലേക്ക് ഇട്ടു. പിന്നീട് അതിലേക്ക് വേണ്ട ചേരുവകൾ ഇടുന്നു. മുളകും പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, മസാല, മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ നമ്മൾ കുടപ്പുളി ഇടുന്നു. കുടപ്പുളി വെള്ളത്തിലിട്ടതാണ്, കുതിരാൻ വേണ്ടി ഇടുന്നതാണ്. പിന്നെ ഇഞ്ചി പാകത്തിന് കുറച്ചിട്ടാൽ മതി. ഇഞ്ചി ഇട്ടു. പച്ചമുളക് പാകത്തിന്. ഇത് നമ്മൾ തക്കാളി ഇടുന്നുണ്ട്. തക്കാളി നല്ല ടേസ്റ്റ് കിട്ടാനാണ് തക്കാളി ഇടുന്നത്. ഉപ്പ് പാകത്തിന് നമ്മൾ ഇടണം. പോരെങ്കിൽ വീണ്ടും ഇടാം. പിന്നെ തേങ്ങാപ്പാലാണ് ഇതിൽ ചേർക്കുന്നത്. തേങ്ങ നമ്മൾ അരച്ച് ചേർക്കുന്നതായിരിക്കും നല്ല കറി കട്ടി കിട്ടാനൊക്കെ നമുക്ക് പറ്റണം. ചിക്കൻ മീൻ കറിയാണ്, അതാരും മറക്കണ്ട. അതൊന്നും വേപ്പിൻ്റെ അരി ഇട്ടിട്ടില്ല. ഇട്ടു. എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാത്രം കഴുകി ഒഴിക്കുന്നതാണ്. തേങ്ങ അരച്ച് വെച്ച പാത്രമാണ് പിന്നെ കഴുകി ഒഴിക്കണം. കുറച്ചും കൂടി വെള്ളം ചേർക്കണം. നമ്മൾ ഇളക്കി വെക്കണം. ഇറച്ചി ആയതുകൊണ്ട് നമുക്ക് വേവാനുള്ള വെള്ളം കൂടി കരുതൽ ചെയ്യണം. ചെയ്യേണ്ടതാണ്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. വെവണം. ഇറച്ചി ആയതുകൊണ്ട് നന്നായി വെവണം. മീൻ കഷ്ണം പോലെ അല്ലല്ലോ. വെവാനും കൂടിയുള്ള വെള്ളം തയ്യാറാക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക. വെന്ത് വറ്റണം. മതി. ഇപ്പം എല്ലാ ചേരുവകളും ചേർത്ത് കഴിഞ്ഞു. മീനിട്ട് ഉപ്പ്, മുളക്, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം ഇട്ടു. ലാസ്റ്റാണ് ഉള്ളി കഴിച്ചത്. നമ്മളപ്പം മീൻ കറി അടപ്പത്ത് വയ്ക്കാൻ പോകുകയാണ്. ഇത് തിളച്ച് പാകമായി വറ്റുമ്പോൾ നമ്മൾ ഉള്ളി കാച്ചു. ഇത് തിളയ്ക്കണം കേട്ടോ. ഒക്കെ പാകാക്കി ഇട്ടിട്ടുള്ളൂ. നന്നായി കത്തി തിളയ്ക്കട്ടെ. ഇപ്പം കറി വെച്ച് എല്ലാം പാകാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വറ്റുമ്പോൾ നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കണം. അപ്പം മീൻകറിൻ്റെ ടേസ്റ്റാണ് കുടംപുളി ഇട്ടുള്ളത്. അപ്പം എല്ലാവരും അത് ചെയ്ത് നോക്കണം. ഷെയർ ചെയ്യൊക്കെ വേണം. അപ്പം ഉള്ളി കാച്ചുന്നത് കാണാം. കൂട്ടാൻ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഒന്ന് ഇളക്കി കൊടുക്കണം. കഷ്ണങ്ങൾ തിളയ്ക്കുന്ന വശത്തേക്ക് വന്നാലാണ് വേവുള്ളൂ. ഇറച്ചി ആയതുകൊണ്ട് നന്നായി വേവണേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഒന്നുകൂടി തിളക്കട്ടെ. കുറച്ചു പാകമായിട്ടുണ്ട്. ഇനി ഉള്ളി കാച്ചി ഒഴിക്കണം. വെളിച്ചെണ്ണ പാകത്തിന്. എനിക്ക് ചുവന്നുള്ളി അരിഞ്ഞതാണ്, അതിടുന്നു. കുറച്ച് പച്ചമുളക് ഇട്ട ടേസ്റ്റ് ഉണ്ടാവും. പച്ചമുളകും ഇഞ്ചി വാട്ടിയിടാനാണ് ഉള്ളി കാച്ചുന്നത്. വേപ്പിൻ്റെ അരി എന്നിട്ട് ഇളക്കി കൊടുക്കും. കറി അവിടെ വറ്റുമ്പോഴേക്കും ഇവിടെ ഉള്ളി കാച്ചി നമുക്ക് തയ്യാറാക്കുന്നത്.
ആ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിക്കുക. ചതൊക്കെ കളറാകുമ്പോഴാണ് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുക. കാച്ചിയത് ശരിയായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നു. ഉള്ളി കാച്ചി ഒഴിച്ചു. അതിൻ്റെ പുറമെ ഉള്ളി കാച്ചി ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇടാം. കുറച്ച് മസാലപ്പൊടി ഇങ്ങനെ മീതൊക്കെ ഇടാം. ഒരു മണം വരും. കറി വെക്കുമ്പോൾ ഇട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഇട്ടാലാണ് അതിൻ്റെ ടേസ്റ്റ് വരും. ഒന്ന് ഒരു തിളകാക്കി ഞാനിനി ഇത് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് ഇടാം. ഉപ്പ് എടുക്കുന്ന നോക്കിയില്ല, ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ കുറച്ച്